മച്ചാനൊന്ന് കാറൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകണ്ടിട്ടാ. ലൈസൻസ് എടുത്തിട്ട് 2 ദിവസമായിട്ടുള്ളൂ. ഫസ്റ്റ് ഡ്രൈവാണ്. ഫസ്റ്റ് ഡ്രൈവ് ലൈസൻസ് എടുത്ത് ഫസ്റ്റ് പ്രൊഫഷണൽ ഡ്രൈവ് 3 കിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യും. വണ്ടി എടുക്കും എങ്ങനെയാണെന്ന് അറിയില്ല. അത് ഞാൻ ചെറുതാണ്. ചിലപ്പോൾ 3 വിട്ടുണ്ടാവുക. പ്രൊഫഷണലാണ് ചെക്കൻ. പൂരട KVM ഓഡിറ്റോറിയത്തിലാണ്. നാട്ടിലത്തെ ഒരു ഫ്രണ്ടിൻ്റെ കാക്കാൻ, അതായത് എൻ്റെ ഫ്രണ്ട് രണ്ടാളിൻ്റെ കൂട്ടുകാരാണ്. ചെറുപ്പത്തിലേ കളിക്കുമ്പോൾ ഒപ്പം ഉണ്ടായിരുന്നു. അത്യാവശ്യം വയസ്സുണ്ട്. എന്നെക്കാളും ഒരു 2-3-5 വയസ്സുണ്ടോ അല്ലേ? ഒരു 5 വയസ്സൊക്കെ. 5 വയസ്സൊന്നുമില്ല, ഒരു 2-3 വയസ്സ് വ്യത്യാസമുള്ളൂ. ചെക്കനിപ്പോൾ കിട്ടുമെടുത്തില്ല. ഒരു 5 വയസ്സുണ്ട്. അപ്പോൾ മോൻ്റെ കല്യാണത്തിന് ഞങ്ങൾ കൂടെ വന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ഡ്രസ് കോഡ് അടിച്ച് അപ്പോൾ 2-3 കാറ്റഗറിയിലെ ചെറിയ ചെക്കന്മാർ ഒരു ഡ്രസ് കോഡ് നമ്മൾ കണ്ടില്ല അവിടെ നിന്നാണ്. പിന്നെ ഞങ്ങളെക്കാളും ഒന്നുകൂടി സീനിയറായിട്ടുള്ളൊരു കോട്ട് നമ്മൾ ഉണ്ട്. കൊള്ളാല്ലേ ജീസാനെ? പോരെ എന്നിട്ട് ഊരിക്കാളാ വണ്ടി നമ്മൾ പിന്നെ വണ്ടി ഫ്രണ്ടിൻ്റെ വയ്ക്കലോട്ടോ. പിന്നെ ഫ്രണ്ടിൻ്റെ വണ്ടിയുടെ സെറ്റാക്കി വണ്ടി ലാസ്റ്റ് ഒന്നും കിട്ടാണ്ടല്ല, ഫുൾ ഓട്ടം വയ്ക്കുക. അപ്പം എന്ത് ചെയ്ത് ഫ്രണ്ടിൻ്റെ വകയിൽ ഒരു വണ്ടി ഉണ്ട്. നമ്മൾ ബ്ലാക്ക് കാർ എടുക്കാനുള്ളൊരു മൈൻഡ് സെറ്റിൽ. പക്ഷേ ലാസ്റ്റ് ബ്ലാക്ക് ഒരു കാർ കിട്ടാണ്ടായി. പിന്നെ ഏത് കാറാശം ആയിക്കോട്ടെ ആണ് എടുക്കാൻ. എടുത്ത് വെള്ള പുതിയ വണ്ടി കേട്ടോ. പുതിയ വണ്ടി ജസ്റ്റ് ഒന്ന് കഴുകാണ്ടെന്നില്ല. അതിൽ വണ്ടി എടുത്ത് കഴുകി കുറച്ചൊക്കെ നേരം കഴുകി. എൻ്റെയൊക്കെ മിസ്സായി എല്ലാവരും മറ്റേ ആകെ ആക്കി ഇല്ലാണ്ടായി. ജീവൻ ഓടിക്കാൻ പോവാ. പുതിയ വണ്ടിയാണ്. എടുത്തിട്ടിപ്പോൾ 2 മാസം അങ്ങനല്ലേ? 2 മാസം അങ്ങനെ എന്തായാലും ആയിട്ടുള്ളൂ. അത് കിട്ടുമ്പോൾ രണ്ട് കെട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്ത പറഞ്ഞത് 2 കെട്ടും പിന്നെ ഒരു കട്ടായി. അങ്ങനെ ഇങ്ങനെ അടിച്ചിട്ട് വേണം നീ കമ്പി പോയിട്ട്. നിങ്ങൾ കമ്പി പോയി എന്ത് ചെയ്യണം? പുള്ളി കമ്പി വേണോ? വലിയ കമ്പി വേണ്ട. ചിലപ്പോൾ കമ്പി പോകും, അല്ലെങ്കിൽ ഫോണിൽ പോയാൽ മതി. അത് മിന്നണട്ടോ. മിന്നി കഴിഞ്ഞാൽ നമ്മൾ അതിന് അത്യാവശ്യം തരും. അല്ല എന്നാലും കുഴപ്പമില്ല. ഒരു കട്ടാക്കി വെച്ചാൽ മതി. ഒരു 500 1,000 രൂപ കടിക്കല്ലേ? 1000 രൂപ കടിച്ചാൽ നല്ല ഓവറാവും. ഇപ്പം തന്നെ അടിച്ച് ഒന്നും അടിച്ചിട്ടില്ല. പിന്നെ നമ്മളിൽ 5ാമത്തെ ആളാരാന്ന് ഫിക്സ് ചെയ്യണം. 4 ആളും പിന്നെ കാറിലോ വേറെ കാറില്ല. നമ്മളൊരു കിട്ടാനുണ്ടാവും. 5ാമത്തെ ആൾ പക്കായിട്ട് ഫിക്സ് ചെയ്യണം. എന്നാലും പൈസയുടെ കാര്യം ഉണ്ടാവില്ലേ? അപ്പോൾ നമുക്ക് മോളിൽ ഓഡിറ്റോറിയത്തിൽ പോകാം. അപ്പോൾ ബാക്കി പിന്നെ എങ്ങോട്ടാണ്? ദുബായിക്ക. ഞാൻ എടുക്കട്ടെ. അപ്പോൾ ഡ്രൈവർ ഇതാ. അപ്പോൾ ഇനി പെണ്ണിൻ്റെ വീട്ടിലേക്ക് അല്ല വീട്ടിലേക്കല്ല ഓഡിറ്റോറിയത്തിൽ. മോനെ ഫോൺ എത്രാമത്തെ നിലത്തുന്നു. എടാ അഞ്ച് ഇങ്ങനെ നിലത്തരില്ലട്ടെ. പുതിയ സാധനം ഇറക്കി മോനെ. പർസപ്പനെ മുട്ടിച്ച് കളഞ്ഞിരിക്കണം. മുട്ടിച്ച് കളയേ? ഞാൻ ബാക്കി വരണ്ടേ? 200 പെണ്ണിന്റെ വീട്ടിലേക്ക് പോവാം. എവിടെയാണ് പെണ്ണ്? വീടല്ല കേട്ടോ. ഞാൻ വിട്ടോളി. വീടല്ല, സോറി, ഓഡിറ്റോറിയം. മാപ്പുണ്ട് കിട്ടണേ. അത് ഇവരെ ഓഡിറ്റോറിയം ആവൂലേ? ഒരു ചുണ്ടിന് കാണിച്ചേ ജസിമോൻ. ഇതണ്ട എന്റെ പ്രൈം ടൈമിലായിരുന്നു. ഇപ്പൊ ഒക്കെ പോയിട്ട് വെറുതെ പറയട്ടോ. ഇതാണ് പിന്നെ അത് കണ്ടാലേ ഞാനാണ്. ഇതൊക്കെ എന്താ പറയാ ഫാബ്രിക്കേറ്റഡ് വീഡിയോസ് ആണ്. ഇത് ഫാബ്രിക്കേറ്റഡ് അല്ല. അല്ല ഇതല്ല. എടാ എണ്ണ അടിക്കേ. വീടാണോ?
അപ്പൊ നമ്മൾ ചെക്കൻ്റെ ഫർസപ്പനാണ് വണ്ടി ഓടിക്കണത്. ഹെവി ഡ്രൈവറിനെ ഇറക്കിണ്ട്. ലോറിയല്ല ഓടിക്കണേ. ഇവിടെ ഹെവി ലൈസൻസ് ആണ് ലോറി ഓടിക്കാൻ. ഹെവി ഡ്രൈവർ പറഞ്ഞ എന്താ? വെയിറ്റ് കൂടുതലുള്ള ആളല്ലേ. കൂടുതലുള്ള ഡ്രൈവർ. അത് ഏറ്റവും ഹെവി ഡ്രൈവർ നമ്മള് നല്ല വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന പേരാണ് ഹെവി ഡ്രൈവർ. ഞാൻ 59, ഞാൻ 61. അപ്പൊ നാച്ചുറൽ ഹെവി. അന്ന് സംഭവം എന്താ അറിയോ? ഹെവി ഡ്രൈവർ പറഞ്ഞപ്പോ അല്ലാതെ തന്നെ ഊക്കിയതാണ്. മനസ്സിലായോ സൽമാനെ? എന്ത് മറ്റൊരുത്തല്ലേ സൽമാനെ പറഞ്ഞപ്പോഴേ ഞാൻ അഭിപ്രായം എന്തിനാ വേറെ അല്ലേ നമ്മളിപ്പോ വേറെ ആരും ചെയ്യുന്ന ആരാണേ ഉള്ളൂ. നമ്മള് ഇതാ വിട്ടാ അതപ്പതിച്ചു വണ്ടി തിരിച്ചിടുമ്പോ. അല്ല എന്ത് ചോക്കാണ് ഫണ്ട് റെഡി ആവും. എന്നാലും 500 എല്ലാവരും വെച്ചിട്ടാ 300 രൂപ 800 രൂപ കടിച്ചാൽ മതി എണ്ണ. നമ്മളിങ്ങനെ പോണത് 10 എങ്ങോട്ട് പോണില്ല, കർമ്മയൊക്കെ ഒന്ന് പോയിട്ടാണ്. കർമ്മക അതൊക്കെ മതി. ഒരു കട്ട ഇട്ട് കൊടുത്താൽ എണ്ണ അടിച്ചിട്ട് പോകണ്ട, എണ്ണ അടിച്ചിട്ട് പോകണ്ട. തിരിച്ചു വരുമ്പോ അടിച്ചാ തിരിച്ചല്ല, അവിടെ നിർത്തിയിട്ട് ഓട്ടിയോടത്ത് എത്തിയിട്ടുണ്ട് അടിച്ചാൽ മതി. നീ 700 എടുത്താ പോലെ ഇവിടെ. നീ 700 ഇട്ടോ? അഡ്വാൻസ് കൊടുക്കുന്നില്ല പറഞ്ഞാൽ ഇനി 700 കൊടുത്താൽ മതി. ചുള്ളി പറഞ്ഞ എന്താണ് വണ്ടീനെ ഓടിക്കണ കുറിച്ച് പറയാനുണ്ട്? പ്രൊഫഷണൽ 100% പ്രൊഫഷണൽ ഡ്രൈവർ. ലൈസൻസ് എടുക്കാത്ത ഒരാളെ കുറിച്ച് എനിക്ക് എന്താ പറയാനുള്ളത്? 18 വയസ്സിന്റെ മുകളിലായിട്ട് അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം. അങ്ങനെ അതിന് ഓടിച്ചാൽ വണ്ടി ഓടിച്ചാൽ ലൈസൻസ് വണ്ടി വേണ്ടുള്ളൂ. ഓടിക്കാണ്ടിരിക്കാണ് ലൈസൻസ് എടാ. ഞാൻ ഇന്റെ കാര്യമല്ല പറഞ്ഞേ, മൊത്തത്തിലുള്ള പൊതുവെ ഞാനാണ് പറഞ്ഞത്. മനസ്സിലായോ? എടാ അതൊക്കെ ഓരോരുത്തരെ വിരിച്ച സാരത്താണോ കിട്ടിയെന്നെങ്കിൽ അത് വാങ്ങിയെന്നില്ലേ തരണ്ടേ? മാണൂർക്കല്ല പോണു. നമുക്ക് അവിടെ നിന്ന് ആ പമ്പിൽ നിന്ന് അടിക്കും. ഏ പമ്പിന്ന് അപ്പൊ അതിന്റെ ഒച്ചണ കേക്കണേ. അടുത്തോട്ടോ അല്ല അവിടെ ഓട്ടോറിക്ഷ ഉണ്ടല്ലേ. മുട കുഴിഞ്ഞു എണ്ണ തീരുന്നറിയില്ല. എന്ത് ബ്ലോഗ് ഓഫ് ആക്കാൻ ക്യാമറ എടുക്കാൻ കൊടുത്ത് ഞാൻ ക്യാമറ മറിച്ചു നോക്കും. അല്ല അത് കയ്യിൽ നിന്ന് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയതല്ലേ. മുന്നാലും കൂടിയാതെ എന്റെ ഇത് നെറ്റ് നെറ്റ് ഓണാണ്, ഹോട്ട്സ്പോട്ട് ഓണാണ്. നെറ്റ് റീചാർജ് എത്ര? അപ്പൊ നമുക്ക് പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് ബാക്കി കാണാം. അപ്പൊ നമ്മൾ തിരിച്ച് ചെക്കൻ്റെ പഠിച്ചോടത്തേക്ക് തന്നെ പോകാൻ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലൊന്ന് എണ്ണ ഇപ്പം തീരും തോന്നുന്നുണ്ട്. എണ്ണ തീർന്നു കഴിഞ്ഞാൽ ചെക്കൻ്റെ വീട്ടിൽ പോകാൻ നടക്കില്ല, നടുവിലാണ് നിൽക്കേണ്ടി വരും. അപ്പോൾ ഓറാണ് ഓറ മൈനസാക്കിയുള്ള ഒരു റിസ്കിന് നമ്മൾ തയ്യാറല്ല. അതുകൊണ്ട് നമ്മൾ എണ്ണ അടിക്കാൻ പോകും. ഇനി ഇന്റെ സൈസ് അല്ലാത്ത ബൂട്ട്സ് ധനലക്ഷ്മി പാട്ടുണ്ടല്ലേ? പാട്ടിട്ടാലോ? ബ്ലോഗല്ലേ? ചെക്കൻ്റെ വരെ പോയിട്ട് അല്ല പെണ്ണിന്റെ അവിടെ പോയിട്ട് നല്ല കോഫി. ആ ചെക്കന് നല്ല ചാമ്പലുള്ള കാര്യം പറയില്ല. വലിയ ചാമ്പലൊന്നുമില്ല, ചെറിയ ചാമ്പലാണ്. അതിന് നാച്ചിന്റെ കല്യാണത്തിനാണ് ഇനി ചാമ്പാൻ കിടക്കുന്നത്. നാച്ചിന്റെ കല്യാണത്തിന് ഉണ്ടല്ലോ ഓനെ വീട്ടിൽ കയറ്റില്ല. വീട്ടിൽ കയറ്റായില്ല, ഫസ്റ്റിനോട് വളർന്നു. അതിലും വേറെ വീട്ടിൽ കയറ്റാണ്ട് ഞാനിനി കല്യാണം കല്യാണം കഴിക്കണില്ല. തപസിരിക്കാൻ പോവാം ഹിമാലയ. പെണ്ണ് കിട്ടൂല. ആർക്ക്? എനിക്ക് അല്ലേ? ക്യൂ ആണ് ചുള്ളിക്ക്. ക്യൂ ആണെന്നല്ലേ പറഞ്ഞു. ക്യൂ ആണെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു. എന്താ കേട്ടാ കേട്ടപ്പോ ഞാൻ 2 ആണെന്ന് അങ്ങനെ കേട്ടെ. 2 പ്രാഥമികം തീർക്കുക രാവിലത്തെ. എന്റെ അച്ഛൻ ഒന്നും ആൾക്കാർക്ക് മനസ്സിലാക്കടാ. എഴുതി കൊടുക്ക. നമ്മളിപ്പോ എന്താ പറഞ്ഞപ്പോ ആൾക്കാർക്ക് മനസ്സിലായി. എന്താ പറഞ്ഞ ഓരോരുത്തർ ഊക്കുക അത്ര തന്നെ. ഇസാന്റെ ചുണ്ടി. നമ്മളിവിടുന്ന് നേരത്തെ കാലത്ത് പോന്നേക്കണം. ഓരൊക്കെ ഒന്ന് വിളിച്ചു നോക്കാം ഇറങ്ങിക്കണെന്ന്. അവിടെ ഫോട്ടോ എടുപ്പുണ്ടാണോ? ഒരു ഫോട്ടോ എടുക്കില്ലല്ലോ. നമ്മളെ ഫോട്ടോ എടുപ്പിക്കാത്. അപ്പൊ നമ്മളാരും അങ്ങനെയല്ലടാ. പിന്നെ എത്ര വട്ടം പറഞ്ഞ നമ്മള് കൂർത്തിട്ടൊരു മാത്രം ഫോട്ടോ എടുത്താ
പറഞ്ഞോ എടാ നമ്മള് ചോദിച്ചല്ലോ അവിടുന്ന് തന്നെ ചോദിച്ചിക്കണ്. നമുക്കിനി തിരിച്ചു പോകുമ്പോ എടുക്കാലോ. എടുക്കണ്ട സത്യം പറഞ്ഞോ. ഓരോ കോട്ടിട്ട് ഓരോ എടുത്തിക്കണ്. നമുക്ക് പെണ്ണും ചെക്കനും ഒപ്പം എടുക്കാം, ഓരപ്പം എടുക്കാം, കുറുത്തിട്ട് ഒരു ഫോട്ടോ. എടാ അവിടെ ചെക്കൻ മാത്രല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ ഇപ്പൊ പെണ്ണും ചെക്കനും ഉണ്ടായിരുന്നു. തപ്പുടുട്ടാ തപ്പുടും. രാവിലെ 6:15 തപ്പുടും. ഉച്ചക്ക് 3:15 തപ്പുടും. അപ്പൊ വീഡിയോ കാണുന്ന എല്ലാരും തപ്പുടും പ്ലീസ് വീഡിയോ കാണാൻ എല്ലാരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ബെല്ലൈക്കൻ ഒന്നാണ്ട് അമർത്തിയാണ് പൊട്ടിക്കുക. അല്ല നമ്മളെ യൂട്യൂബ് ചാനൽ മറ്റേ KKPP വ്ളോഗ് ഇൻസ്റ്റാഗ്രാമില് 1 മില്യൺ അടിച്ച് പറഞ്ഞ പ്രേക്ഷകരോട് പ്രേക്ഷകരെ കേൾക്കുകയും ഞാൻ തന്നെ ഒരു 100 വട്ടം കണ്ടിട്ടാണ് വ്യൂസ് ഉണ്ടാക്കണതാ. ഇപ്പൊ അങ്ങനല്ല കേട്ടോ, പണ്ട് നമ്മള് ഈ അവസരത്തിൽ സെൽമപ്പൻ എന്താന്ന് പറയാം. ഇത് പേര് മാറ്റി മാറ്റി കൊണ്ടിട്ടാ എല്ലാ വർഷത്തെ സെൽമപ്പനൊക്കെ ഒന്നും പറയാ. നമ്മള് വണ്ടി എടുത്തപ്പോ മാത്രം വണ്ടി ഓഫ് ആവുക എപ്പോഴും തന്നെ. അങ്ങനെയല്ല, അതെന്തറിയോ, അതിനോടൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു. താറ് നല്ല എടുത്തപ്പോ ഫസ്റ്റ് തേടി കിട്ടെടുത്ത് വണ്ടി ആ അങ്ങോട്ട് കേറി നോക്കി സൽമാ ഒരൊറ്റ സെൻട്രി കൂടെ നാച്ചിടുന്ന പോലെ നാച്ചാണ് ഇതൊക്കെ നിന്നെ മാത്രം പറയണ്ട, തേടിയിട്ട് എടുത്ത ചെക്കനാണ് നീ. അത് ശരിക്കും റിവേഴ്സിന്റെ എടുക്കണ്ടി ഫസ്റ്റിനാണ്. അപ്പൊ ഞാൻ റിവേഴ്സ് അല്ലേ എപ്പുറത്ത് കിട്ടി തേടി കിട്ടി. അതണ്ടേ മനസ്സിലായ. ഇതൊന്നും തൊടാൻ സമ്മതിച്ചില്ല. ഫസ്റ്റ് ആണ് പറഞ്ഞിട്ട് ഞാൻ, പക്ഷെ ഞാൻ തേടിയിട്ട് എടുത്തില്ലടാ. തേടിയിട്ടിട്ട് എടുത്തില്ല. എടാ 2 വീല് ആൻഡ് 4 വീല്, 4 വീല് എന്നാലും നമ്മളിപ്പോ അങ്ങോട്ട് പോകുമ്പോണ്ടായത് കേറ്റത്തിന് അത്യാവശ്യം ക്ലച്ച് ഒന്ന് കഴിഞ്ഞ നമ്മളെ കറക്റ്റ് വരിക്ക് പോകല്ലേ. അതെ, അപ്പൊ അങ്ങനെ പിടിച്ച് പോയതാണ്. ഞാൻ വിചാരിച്ച എണ്ണ കഴിഞ്ഞു. ഇതൊക്കെ ഉണ്ടാവും, ഇതൊക്കെ ആസ് യൂഷ്വൽ. ആസ് എ പ്രോ ഡ്രൈവർ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ എണ്ണ അടിക്കട്ടെ പറ്റും. കണ്ട ലോ ഫ്യൂവൽ കാണുന്നുണ്ടോന്ന് അറിയില്ല, പക്ഷെ ചിലപ്പോ ലോ ഫ്യൂവൽ ഞാൻ കാണുന്നത് നിങ്ങൾ അസ്സലാമലൈക്കും. എന്തൊക്കെ പാടും മോനെ? കേട്ടോ ബാബാജിനെ വരാം. ബാബാജിനെ അറിയാം, മാണൂരത്തെ കോടീശ്വരനാണോ? വളർന്നതിന്റെ കോടീശ്വരനാണ് നമ്മള്. വളർന്ന് എല്ലാം കഴിഞ്ഞ കോടീശ്വരൻ പറഞ്ഞു. ആര് നമ്മളോ? നമ്മൾ എന്ത് ബിസിനസ് ആണ് ചെയ്യണമെന്നിട്ട് കുറ്റിപ്പുറം അത് ഫോട്ടോ എടുത്താൽ മറ്റേ ബ്രൈഡിന്റെ ടീമിന്റെ കുഞ്ഞൊക്കെ അകത്തിന് വേണം. ചെക്കന്മാര് പോയി കാപ്പി എടുത്തിട്ട് എന്താറിയോ, എന്നിട്ട് അവിടുത്തെ ചെക്കന്മാർ നമ്മൾ പറഞ്ഞല്ലോ ഈ സീനിയേഴ്സിന് കോട്ടും തൂട്ടും നമ്മള് കൊടുത്താണ്. സീനിയേഴ്സ് കോട്ടും തൂട്ടും ഒരു കാപ്പി, ഒരു നല്ല ബ്രൗൺ ആ കളറാണ് എടുത്ത്. ഗോൾഡൻ കാപ്പി. പെണ്ണിന്റെ വീട്ടിൽ ചെന്നപ്പോ എല്ലാരും അതേ ഞാൻ ഇങ്ങനെ സെക്യൂറും സുക്കൂറും ഉസ്മാൻ എല്ലാരും വേണ്ടി കയറി എന്തായാലും എന്താണ് ചെക്കന്മാരെ പോയി നിങ്ങളുടെ വായോ അലിയന്റെ അതേ ഷർട്ട്. ഡീസലാ. ഏയ് അത് എന്നോട് എന്താ ചോദിച്ചേ? അവിടെ ആണോ ഡീസൽ പെട്രോളാ? ചേച്ചി പെട്രോൾ അവിടെ പെട്രോളിന് മധ്യടാ
എത്രയാണ്? SD കാർഡ് സ്പീഡ് സ്ലോ ഷൂട്ട്. ഇത് മറ്റേ നമ്മളെ നോമ്പ് മുകളിൽ എത്ര നബിദിനം അല്ല പെരുന്നാൾ. അത് ഡിലീറ്റ് ഇപ്പൊ എത്ര അതിന്റെ മിനിറ്റ് നമുക്ക് കുറച്ച് മിനിറ്റ് മതിട്ടാ. വ്ളോഗ് കുറച്ച് മിനിറ്റ് കുറക്കാൻ നിങ്ങളൊരു തീരുമാനത്തിലാണ്. 50 മിനിറ്റ് ആരും കാണുന്നില്ല. 30 മിനിറ്റ് ഒക്കെ കഴിച്ചു. 30 മിനിറ്റ് ഞാനും കാണില്ല. 15 മിനിറ്റ് ആക്കും. 15 മിനിറ്റിലാക്കില്ല ഷോർട്സ് ഒക്കെ ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ ചുള്ളി 500 400 GB 400 അപ്പൊ അടിപൊളിയായി. 1000 അടിക്കാൻ നന്നായി. റോക്കറ്റ് ഫ്രണ്ടിൽ പിടിച്ചോ. ഞാൻ അപ്പൊ നമുക്ക് പോവാം. എണ്ണ കടിച്ച് എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കി നമ്മള് നേരെ സ്ട്രെയിറ്റ് ടു ഊരട KVM ഓടിച്ചു വരും. ഇനി എണ്ണ അടിക്കണ്ട. ഇൻഡിക്കേറ്റർ അല്ല ഞാൻ പറഞ്ഞതല്ലോ ബാക്കി എത്ര ഇപ്പൊ 800 അതില് 1300 വണ്ടിക്ക് 700 എണ്ണ അല്ലേ? 1300 വണ്ടിക്ക് 700 എണ്ണ അങ്ങനല്ലേ? 1300 2100 ഇപ്പൊ 2100 ആയി. അല്ല റൊട്ടേറ്റ് ചെയ്യും. അപ്പോ നമ്മളെ ഫണ്ട് ചെറുതായിട്ട് ഷോർട്ട് ഉണ്ട്. പൈസ ഉള്ളവര് കുറച്ച് പൈസ സ്കാനർ വേണമെങ്കിൽ ഇതില് കമന്റ് ബോക്സിൽ ഞങ്ങളൊരു ബക്കറ്റ് പിരിവ് എല്ലാരും വരി. നമുക്ക് 700 അടിച്ചാൽ മതി. എന്തൊക്കെയാണ് ഈ പറയുന്നത്? എല്ലാം കണക്ക് പാളിപ്പോയി. 100 രൂപ അതില്ല. ആയിരാണ് പറഞ്ഞത്. ഞാൻ എന്താ വെച്ചിട്ടാ കുറച്ച് കൂടുതൽ അടിക്കാ. കൊച്ചി കൊയിലാണ്ടി എന്റെ മാമന്റെ മോനല്ല അവിടെ നിക്കണേ. അങ്ങനെ പറയലടാ. നമ്മളെ വണ്ടിയാണ്. നമ്മളെ മൂത്താപ്പന്റെ മോന്റെ വണ്ടിയാണ്. പറയാതെ വേണ്ട പാട്ട് പാട്ട് നമ്മള് പാടിന്ന് വെച്ചിട്ട് കോപ്പറേറ്റ് അടിക്കൂല. അത്ര കാതാവണെങ്കിൽ അമ്മതിരല്ലേ. എവിടെ നിങ്ങള്? എവിടെ മെയിൻ റോഡ് കയറിയാ? മറ്റേ ഓടിച്ചോര് മോഡണ മോഡേൺ കഴിഞ്ഞില്ല. മറ്റേ ഓടിച്ചോരെന്ന് പറഞ്ഞേ. അപ്പൊ ഞങ്ങൾ ഇനിയിപ്പോ ഇന്നത്തെ പരിപാടി ഒരു കല്യാണം ഉണ്ടായി. ഹായ് ഹലോ കല്യാണം ഹായ് ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ പരിപാടി അപ്പൊ നമുക്ക് ഇനി ചുള്ളി കാടമുട്ട ഓടിക്കല്ലേ. ചുള്ളിനെ വണ്ടി ഓടിക്കോ. ചുള്ളി നമ്മൾ വണ്ടി ഓടിപ്പിക്കുമല്ലോ. നമ്മളെല്ലാം പിന്നെ ആര് നീ എല്ലാം കോപ്പിറൈറ്റ് അടിക്കോ? ഒച്ചായിരുന്നേ. എടാ നമ്മള് പാടിന്ന് വെച്ചിട്ട് കോപ്പിറൈറ്റ് അടിക്കൂല. അല്ലടാ ഞാൻ പാടണത് ഇജി പാടണ കറക്റ്റ് വരികയാണെന്നില്ലേ? അതിനാണ് ഇപ്പൊ മുളകിട്ട് പറയാതെ അറിയാതെ പറയാതെ ബാക്കി പാട് അറിയാ അരികൽ മൈലേജ് ഇനിയിപ്പോ എടുക്കാം. ഇനിയിപ്പോ നേരെ മറ്റോടിച്ചെടുക്കുക. എന്നിട്ട് കർമ്മ പോവാ, പിക്ക് എടുക്കുക, പെരെ പോവാ. കർമ്മ നമ്മളൊരു പറയണ റിവീലാണോ ഡാൻസ്? ഒരു യോട്ട് എടുക്കാം. എന്താ പാട്ട്? നമുക്കിന്ന് ഇവിടുന്ന് കട്ട് ചെയ്യാം. അപ്പൊ വ്ളോഗ് അവസാനിപ്പിക്കാൻ അവസാനിപ്പിക്കല്ല, നമ്മള് ചെക്കന്റെ ഓഡിറ്റോറിയത്തിങ്ങനെ തിരിച്ചു പോവാണ്. ഇവിടെ മാസപ്പൊടിയിൽ. അപ്പൊ നമുക്ക് ബാക്കി സെറ്റ് ആക്കട്ടെ. അപ്പൊ ആയാലോ. ഗുഡ് മോർണിംഗ്. ഈ ബോട്ടിൽ തന്നെ പോണി
പറഞ്ഞ നാണം നാഫിക്ക് നാണം അനക്ക് നാണണ്ടാ എന്തിയ നാണോ കണ്ടന്റ് ചേത്താ കണ്ടന്റില്ലേ പറയാൻ നാഫിക്ക് നാണം സ്ക്രാച്ചേ ഞാൻ എന്റെ മുഖത്തേക്കല്ലേ ഷൂട്ട് ചെയ്യണേ അപ്പൊ ഞാനാ പറയണത് ലാഹേൽ പ്ലക്കച്ചൻ ഇപ്പൊ മുതൽ നിന്നോട് അങ്ങോട്ട് സംസാരിക്കുന്നത് സാക്ഷാൽ ലാഹേൽ വക്കച്ചൻ എന്ന സീസന്റെ പൊളിറ്റീഷ്യൻ ലാഹേൽ പ്ലക്കച്ചനാണ് വെല്ലുവിളിച്ചിട്ട് കുണ്ടൊട്ടിക്കുള്ള ധൈര്യണ്ടാ കേറും 1 മില്യൺ കേറും 1 മില്യൺ എന്താ 1 മില്യൺ 1 മില്യൺ ഉണ്ടേ 1 മില്യൺ അല്ലേ ജന മാറിക്ക് 1 മില്യൺ തന്നെ 1 മില്യൺ പറയാനുള്ള എന്താ വെച്ചാല് എനിക്ക് ഇപ്പത്തെ സന്ദർഭത്തിലൊന്നും പറയാനില്ല എന്റെ ക്ലാസ് അത് പറയാ എന്താ പറയാനുള്ളത് ഈ ചെങ്ങായിക്ക് തന്നെ പണി ഇത് പിടിച്ചാ ഞാൻ കുറച്ചുകൂടി കൊണ്ടൊക്കെ എന്ത് സ്വഭാവം എങ്ങനെ എടാ ഒരു മിനിറ്റ് ഒന്നുകൂടെ പറയോ ജെസിമോന്റെ പേരെന്താ ജെസിമോൻ ഹലോ ഗൈസ് നമ്മുടെ അബ്ദുല്ലാന്റെ കല്യാണ പരിപാടി കാണാണ്. കല്യാണം കഴിഞ്ഞിട്ട് രാത്രി അബ്ദുല്ലാന്റെ ഫസ്റ്റ് നൈറ്റ് ഉണ്ട്. ഇത് നമ്മളെ അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് രാത്രി അബ്ദുല്ലാന്റെ ഫസ്റ്റ് നൈറ്റ് ഉണ്ട്. അത് നമ്മളന്ന് ഇന്ന് രാത്രി പോയിട്ട് ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. ഓക്കെ സ്റ്റേ ട്യൂൺ. നൈറ്റ് കാണാം. പുതിയ വീട് ഇട്ടണോ? ജെസിമോൻ, എന്റെ പേരെന്താ? എന്റെ പേര് ജസീമൻ. ഇതാണ് ജെസിമോ. രമ്യ ഇതാ ജെസിമോ. ജെസിമോൻ ഇതാണ് ജെസിമോൻ. ജെസിമോന്റെ പേരെന്താ? ജെസിമോന്റെ പേരെന്താ? അതിലുണ്ടാ അത് പറഞ്ഞ. അപ്പോ റെഡിയാണോ? അപ്പോ ഇന്ന് നമ്മുടെ സൽമാൻ ഫാരിസ് അബ്ദുള്ള. ഈ സൽമാനല്ല, സൽമുട്ടിയല്ല, അബ്ദുള്ളാന്റെ നെയ്മർ ഫാരിസിന്റെ കല്യാണമായിരുന്നു. നമ്മളാൽ കഴിയുന്ന വിധത്തിൽ അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ് KKPP. ബൈ.